ഇപ്പോഴിതാ യുദ്ധത്തിൽ കൂടുതൽ ആൾക്കാർ പങ്കുചേരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഖമേനിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ ഹിസ്ബുള്ള കൂടുതൽ അടി വാങ്ങിച്ചു പിടിക്കാനായി യുദ്ധത്തിലേക്ക് വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സി ആയിരുന്നു. ഹിസ്ബുള്ള എവിടെയായിരുന്നു ഇത്രയും കാലം? ഖമേനി മരണപ്പെടുന്നതുവരെ ഹിസ്ബുള്ള ഏത് മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് വിദഗ്ധരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇസ്രായേലിനെ കണ്ട് ഭയന്ന ഹിസ്ബുള്ള ഇസ്രായേലിന്റെ അടി കൊണ്ട് ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ പുറത്തു വരാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനിയും പുറത്തു വന്നില്ലെങ്കിൽ ഇറാൻ തന്നെ ഹിസ്ബുള്ളയെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഹിസ്ബുള്ള ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖമേനിയുടെ മരണശേഷം ഹിസ്ബുള്ളയുടെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്കുള്ള പ്രവേശനം കണ്ട് ഇസ്രായേൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു ഭയാനകരമായിട്ടുള്ള വഴിത്തിരിവിലാണ് എത്തിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം ഇറാൻ ദുർബലമാക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഏറ്റവും ശക്തരായിട്ടുള്ള സഖ്യകക്ഷിയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പ്രവേശനം മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ മരിച്ചതിന് ശേഷവും യുദ്ധം അവസാനിക്കുന്നില്ല. ഇതുവരെ നിശബ്ദത പാലിച്ചിരുന്ന ലബനീസ് സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ള ഇപ്പോൾ പോരാട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. ആയുധങ്ങളും പണവും പരിശീലനവും നൽകി ഖമേനി വർഷങ്ങളായി ശക്തിപ്പെടുത്തിയ ഹിസ്ബുള്ളയെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തി ഔദ്യോഗികമായിട്ട് യുദ്ധത്തിൽ പങ്കുചേർന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് പുലർച്ചെ ലെബനനിൽ നിന്ന് ഇസ്രായേൽ നഗരമായിട്ടുള്ള ഹൈഫയിലേക്ക് 6 റോക്കറ്റുകൾ തൊടുത്തതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. 2024 വെടിനിർത്തലിന് ശേഷം ലെബനനിൽ നിന്നുള്ള ആദ്യത്തെ വലിയ ആക്രമണമാണിത് എന്നതിനാൽ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആകാശത്ത് വെച്ച് ഈ റോക്കറ്റുകൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനി ഇസ്രായേലും യുഎസും ഇറാനുമായി മാത്രമല്ല ലെബനൻ അതിർത്തിയിലും ഇസ്രായേലിന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇറാനിൽ ഇത്തരം വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ തങ്ങളുടെ അപ്രഖ്യാപിത സൈന്യമായി കണക്കാക്കപ്പെടുന്ന ഹിസ്ബുള്ളയെ എന്തിനാണ് നിശബ്ദത പാലിക്കുന്നത് എന്ന ചോദ്യം ലോകമെമ്പാടും ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വിദഗ്ധരുടെ അഭിപ്രായം 2024 ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ള ദുർബലപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഖമേനിയുടെ മരണത്തിനും ഇറാനിയൻ വിപ്ലവ ഗാർഡുകളുടെ സമ്മർദ്ദത്തിനും ശേഷം അത് വീണ്ടും സജീവമായിരിക്കുന്നു ഹിസ്ബുള്ള എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇറാനും ഹിസ്ബുള്ളയും ഇപ്പോൾ US സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ളയുടെ കൂടി വരവോടെ ഈ യുദ്ധം ഇനി വെറും 2 രാജ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്ന യുദ്ധമായി മാറില്ല. ഇറാൻ ടെല്ലവീവിലും മിഡിൽ ഈസ്റ്റിലും അമേരിക്കൻ വ്യോമത്താവളങ്ങളിലും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ തങ്ങളുടെ 3 സൈനികർ കൊല്ലപ്പെട്ടതായി അമേരിക്ക ആദ്യമായി സമ്മതിച്ചിട്ടുമുണ്ട്. മറുവശത്ത് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ വലിയ നാശം വിതച്ചു. ഹോളി ഉത്സവത്തിനിടയിൽ ലോകം ബോംബുകളുടെയും മിസൈലുകളുടെയും വിനാശകരമായ ദീപാവലിക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.